ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അത് ഉണങ്ങാൻ താമസമെടുക്കും. കാരണം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് CPI തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പരസ്യമല്ല, ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത്. അതിൽ CPIക്ക് യാതൊരു പങ്കുമില്ല. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, CPIയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPI പോലും അറിയാതെ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ ഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം, ഞങ്ങളാരും പറയണ്ടല്ലോ, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ ഘടകകക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി MB രാജേഷാണ്. അദ്ദേഹത്തിനാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആൾ. അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ 2 പത്രത്തിൽ പരസ്യം കൊടുത്തത്. അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ 4 പേജുള്ള പരസ്യം കൊടുത്തിരുന്നു ഇവർ. അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല, അത് വിവാദമായില്ല. 4 പേജുള്ള പരസ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ, പേര് പറയുന്നില്ല കാരണം ഇതിനേക്കാൾ പണം കൊടുക്കേണ്ടി വരും, ഇതിനേക്കാൾ സർക്കുലേഷനുള്ള പത്രത്തിൽ 4 പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പോൾ പണം ഉണ്ടായിരുന്നു. അപ്പോൾ പണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ്, പച്ചക്കള്ളം പറയുന്നത്. പ്രമുഖ പത്രത്തിൽ 4 പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ്. പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ 2 മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. ഇത് വലിയ മുറിവാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഏത് വഴി? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. എങ്ങനെ പറയണം, എന്തു പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് അറിയില്ല. ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് BJP ആണ്. ഇന്നലെ സന്ദീപ് വാര്യർ പറഞ്ഞ കറക്റ്റാണ്. BJPയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു പരസ്യം എഴുതി കൊടുക്കുകയുള്ളൂ. അത്രയും മോശമായും അത്രയും ഹീനമായ തരത്തിലുള്ള വർഗീയതയാണ് പ്രചരിപ്പിക്കാൻ നോക്കിയത്. അതിന് പാലക്കാട്ടത്തെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ്, ഇത് മതേതര കേരളമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത്. ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും BJPയുടെ, സംഘപരിവാറിൻ്റെ, CPMൻ്റെ, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും തക്കതായ തിരിച്ചടി കിട്ടും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ഈ പരസ്യം ഇത് അനുമതി മേടിക്കണം, അനുമതി മേടിച്ചിട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. ഈ അവസാന ദിവസങ്ങളിൽ കൊടുക്കുന്ന പരസ്യത്തിലൊരു പ്രത്യേകതയുണ്ട്. അത് മറുഭാഗത്തിന് അതിൻ്റെ മറുപടി കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നും പറയരുത്. ഇവരാരും ഇത് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പോൾ ചേലക്കരയിലും പാലക്കാടും UDF കൊടുത്ത പരസ്യം ഞാൻ കണ്ട് എൻ്റെ അപ്രൂവലോടുകൂടിയാണ് കൊടുത്തത്. കാരണം ഞാനത് പറഞ്ഞിരുന്നു, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു, ഒരാവശ്യമില്ലാത്ത വിവാദം അതിൻ്റെ അകത്ത് എഴുതരുത്, എനിക്ക് അതിൻ്റെ കോപ്പി, ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരണം. അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേലക്കരയിൽ, പാലക്കാട് എനിക്ക് അവർ അയച്ചു തന്നു. ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ അന്വേഷിക്കണം, ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന്. അപ്പോൾ CPMൽ ഈ മന്ത്രി കണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരും കാണാതെ. ഇലക്ഷൻ കമ്മിറ്റി കയറി കൊടുക്കില്ല, ഇലക്ഷൻ കമ്മിറ്റി പോലും അറിയാതെയാണ്. മന്ത്രി ഇന്നലെ ഓൺ ചെയ്തല്ലോ, അത് ശരിയാണെന്ന് പറഞ്ഞല്ലോ, ഈ കൊടുത്തിരിക്കുന്ന പരസ്യം ശരിയാണെന്ന്. അപ്പം മന്ത്രിയാണ്, ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് CPI നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഗുരുതരമാണ് ഇത് എന്നുള്ളത് ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പത്രത്തെ വിളിച്ച് മാത്രമല്ല ചോദിക്കേണ്ടത്, കൊടുത്ത ആളുകളെ കൂടി വിളിച്ച് ചോദിക്കണം, അതിനാവശ്യമായ നടപടികൾ എടുക്കണം. ഇത് കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായ പോരാട്ടവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ഒരാരോപണം ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ ഉന്നയിച്ചാണ്. അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായി, മന്ത്രി കുറേ കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടുകൂടി അദ്ദേഹം വിചാരണ നേരിടേണ്ട ഒരാളാണ് എന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹമാണ് മന്ത്രിസ്ഥാനത്തിരുന്നത്, ഗുരുതരമായ കുറ്റമാണ്. ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച്
ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാൾ കേരളത്തിലേക്ക്. അത് ആ അടിവസ്ത്രം തെളിവായി സ്വീകരിച്ചു. ആ അടിവസ്ത്രം ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കുന്ന കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി അറിവോടുകൂടി അത് പുറത്തെടുത്ത് അതിൻ്റെ തയ്ച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റി വിചാരണ വേളയിൽ ഇത് അയാളുടെ അല്ല എന്ന് കാണിച്ചു. എത്ര ഗുരുതരമായ കുറ്റമാണ്! അങ്ങനെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് അപമാനകരമാണ്. സത്യത്തിൽ അപമാനകരമായ കാര്യം. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. മുഖ്യമന്ത്രി കൂടി ഇതിന് ഉത്തരം പറയണം. വരട്ടെ, കേസ് നടക്കട്ടെ, കേസായിട്ട് ട്രയൽ നടക്കട്ടെ. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് നേരെ നിരന്തരമായ വിമർശനം ഇങ്ങനെ ഉന്നയിച്ചു വരികയാണ്. അല്ല, ഇവർ ഇന്നലെ ചോദിച്ചത് എന്താ? പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന്. വിമർശിക്കാൻ പാടില്ലെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു? പക്ഷെ പാണക്കാട് തങ്ങളെ വിമർശിച്ചപ്പോൾ ഞങ്ങളതിന് മറുപടി കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ചോദിക്കുകയാണ്. CPM-ഉം BJP ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്. തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മറുപടി കൊടുത്തത് മുസ്ലിം ലീഗിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് CPM-ൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട, മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അതിനെന്താ വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ? അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ നിലപാടെന്താ? മതേതര നിലപാട് ഉയർത്തി. നിശബ്ദ പ്രചരണ ദിവസം സുപ്രഭാതത്തിലും സ്വരാജിലുമായി വന്ന LDF പരസ്യത്തെ ചൊല്ലി രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ്. AK ബാലൻ നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷത ഇപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ്.